വേണ്ട വേണ്ട എനിക്കറിയാം ഇതിലൊന്നും ഇല്ലാന്ന്. എടി എന്തിനാണ് ഈ തുണിയൊക്കെ ബാഗിനകത്ത് വെക്കുന്നത്? എനിക്ക് കുളിച്ചിട്ട് ഇടാനുള്ളതാണ്. ആ കുളിച്ചിട്ട് വീട്ടിൽ പോയി ഇട്ടാ മതി. ഇങ്ങോട്ട് വന്നേ. മതി ഇവിടെയുള്ള എന്താണ് നീ കാണിക്കുന്നത്? എടി എന്നെ വിടടി. എടി നീ എന്നെ വിട്. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ. അമ്മ ഇനി ഇവിടെ കിടന്നാ ശരിയാവില്ല. ഇങ്ങോട്ട് വന്നേ. എന്റെ മോളെ അന്തക്കന്നെ കാണിക്കല്ലേ. ആ വാടക വീട് നമ്മള് വിട്ടുകൊടുത്തല്ലേ. ഞാനിനി എവിടെ പോയി കിടക്കും? എനിക്കത് അറിയണ്ട. കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ ഭാവനയിൽ കണ്ടതാ. അതുകൊണ്ടാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ വീട്ടിലെ കാല് കുത്തിയതോടെ എന്റെ ഈ രണ്ടാം കല്യാണവും എനിക്കൊരു ശാപമായി മാറി. നിങ്ങൾ ഒഴികെ ഈ വീട്ടിൽ കഴിയുന്നവരുടെയൊക്കെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഇനി ഈ വീട്ടില് അമ്മയ്ക്ക് സ്ഥാനമില്ല. ഈ പാവം ഞാൻ അങ്ങ് സഹിച്ചു. അമ്മയെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങോട്ട് മാറി. എന്റെ പൊന്നു മോനെ സുകുമാരൻ മുതലാളി, എന്നെ രക്ഷിക്കും മോനെ. എല്ലാം ഞാൻ എന്റെ മരുമകൻ മുതലാളിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ. അയ്യോ ഒന്ന് തുറക്കണേ. നാട്ടുകാരെ, നിങ്ങളാരും കാണുന്നില്ലേ ഈ അനീതി? ആരെങ്കിലും ഓടി വരണേ. അയ്യോ എന്റെ മോളെ എന്നെ പുറത്താക്കി ഗേറ്റ് അടിച്ചേ. അയ്യോ ആങ്ങളയുടെ സ്വത്തും കൂടി അടിച്ചു മാറ്റാൻ വേണ്ടി ആ സുശീലി മോളും കൂടി എന്റെ മോള് നളിനിക്ക് കൈവശം കൊടുത്തതാണ് നാട്ടുകാരെ. അയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോള് പെറ്റ തള്ളയോട് ഇങ്ങനെ ചെയ്യുവോ? തുറക്കടി. അയ്യോ എനിക്കിനി ആരും ഇല്ലേ. ഞാൻ ഈ ലോകത്ത് അനാഥയായേ. അയ്യോ ഞാനിപ്പോ ചാവുവേ. ആരെങ്കിലും ഗേറ്റ് തുറക്കണേ. ആരെങ്കിലും ഓടി വരണേ. എന്നെ ഒന്ന് രക്ഷിക്കണേ. നളിനി ഗേറ്റ് തുറന്ന് അമ്മ അകത്ത് വിളിച്ചോണ്ട് പോ. ഇതുവരെ ഇത് വീട്ടുകാരിയായിരുന്നു. നളിനിയുടെ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവി. ഇനി ഇത് നാട്ടുവഴക്കായി മാറും. എന്നെ അകത്തേക്ക് കൊണ്ടുപോ മുതലാളി. എടി എടി ദുഷ്ടേ, നിന്നെ ഞാൻ പറ്റതാ. നിനക്കില്ലാത്ത സ്നേഹാടി എന്റെ സുകുമാരൻ മുതലാളിക്ക് എന്നോട്. ഞാൻ പറഞ്ഞില്ലേടി നളിനി, സുകുമാരൻ മുതലാളി കഴിഞ്ഞ ജന്മം എന്റെ മോനായിരുന്നു. അതുകൊണ്ടാ ഈ ജന്മത്തിൽ എനിക്ക് മരുമകനായി വന്നത്. അമ്മ മിണ്ടരുത്. അമ്മയുടെ ശബ്ദം ഇനി ഈ വീട്ടിൽ കേട്ടു പോരുത്. വന്ന് എന്റെ ശബ്ദം അടക്കി നിർത്താനായി അവള്. എടാ ഗോവിന്ദൻകുട്ടി, എടാ ഗോവിന്ദൻകുട്ടി, ഒരിളനീര് കൂടി അടർത്തിക്കോ. അത് സുകുമാരൻ മുതലാളിക്കല്ല, ഈ എനിക്കാ. എരിപൊരി കൊള്ളുന്ന ദാഹം. ഇനിയെല്ലാം ചേട്ടൻ അനുഭവിച്ചോണം. ബന്ധങ്ങൾ തകർന്ന എന്നെ കുറ്റം പറയരുത്. അല്ലെങ്കിൽ ഇപ്പൊ തകരാൻ എന്ത് ബാക്കിയിരിക്കുന്നു? ഇതുവരെ അടർത്തിയില്ലേ? എടാ ഗോവിന്ദൻകുട്ടി, മരമണ്ട, ആ തൈത്തങ്ങി അടർത്തടാ. അമ്മ പറയുന്നതും അഡ്വക്കേറ്റ് തരകൻ സാറ് പറയുന്നതും ശരി തന്നെയാ. ഈ വീടും സ്വത്തുമൊക്കെ നമുക്ക് തന്നത് മരിച്ചുപോയ വല്യമ്മാവനല്ല, വല്യമ്മയ്യ. അവരോട് ചോദിക്കാതെ ഇപ്പൊ അമ്മയുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് രണ്ടായി വെട്ടിമുറിക്കുന്നത് ശരിയുമല്ല. പക്ഷെ വേറെന്താ വഴി? കൊച്ചമ്മാവൻ പൂർണ്ണമായി അവരുടെ വലയിലായി കഴിഞ്ഞു. കടകളുടെയും വസ്തുക്കളുടെയും മുഴുവൻ ആദായവും കൊച്ചമ്മാവനും കൊച്ചമ്മാവന്റെ അമ്മായി അമ്മയും ചേർന്ന് പിരിച്ചെടുത്ത് സ്വയം ചെലവാക്കുകയോ പ്രത്യേക അക്കൗണ്ടിൽ ബാങ്കിൽ ഇടുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങനെയൊക്കെ സംഭവിക്കും. കള്ളു കുടിച്ച കുരങ്ങനെ പോലെയാണ് ഇപ്പൊ കൊച്ചേട്ടൻ പെരുമാറുന്നത്. കുരങ്ങന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയർ ആ സ്ത്രീയുടെ കയ്യിലും. എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാ, സ്വത്ത് രണ്ടായി പകുത്ത് കൊച്ചമ്മാവനുള്ളതങ്ങ് കൊടുത്തേരും. പിന്നെ ദിവസവും യുദ്ധം നടത്തേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തരകൻ സാറിനോട് സംസാരിക്കാം. വക്കീൽ സാർ ഇവിടെ വന്ന് കൊച്ചമ്മാവനോട് സംസാരിക്കട്ടെ. ഈ വീട് രണ്ടായി പിരിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ വയ്യ. എന്റെ ശരീരം രണ്ടായി വെട്ടിപ്പിളർക്കുന്നത് പോലെയാണത്. വീട് രണ്ടാക്കാതെ ഒരു കോംപ്രമൈസിൽ എത്താൻ കഴിയുമെന്ന് നോക്കാം. നമ്മളിപ്പോ ഒന്നും പറയണ്ട. വക്കീൽ സാർ സംസാരിക്കട്ടെ. വല്യമ്മായി വരുന്നതുവരെ കാത്തിരുന്ന ചിലപ്പോ നമ്മൾ തന്നെ കരുണാലയത്തിന് പുറത്തായെന്നിരിക്കും. നളിനി ഉള്ളിടത്തോളം കാലം അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം അമ്മ മറക്കരുത്, നമ്മൾ എന്തും പ്രാക്ടിക്കലായിട്ട് നോക്കണം. കൊച്ചമ്മായി അവരുടെ അമ്മയെ എതിർത്ത് നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്, ശരി തന്നെയാ. പക്ഷെ ഇപ്പോ
കൊച്ചമ്മാവൻ അമ്മയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു ആ വാടക പിരിക്കലിലൂടെ. ഇനി ദിവ്യയ്ക്ക് ഫീസ് കൊടുക്കാനോ കൊച്ചമ്മായിക്ക് സാരി വാങ്ങാനോ നമ്മുടെ സഹായം ആവശ്യമില്ല. കാരണം അവരുടെ ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ട്. നിന്നെപ്പോലെ അത്രയൊന്നും കടന്നു ചിന്തിക്കാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ സ്വത്ത് പിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇനി താമസം വേണ്ട. കൊച്ചമ്മാവൻ ആകെ മാറി. വെരി ഗുഡ്, എനിക്ക് സന്തോഷമായി. പക്ഷേ മനസ്സിലുള്ളത് കൊച്ചമ്മാവൻ തുറന്നു പറയുന്നില്ല. സത്യം പറ കൊച്ചമ്മാവ, എന്താ പ്രശ്നം? എന്തോ തക്കതായ കാര്യമുണ്ടെന്ന് കൊച്ചമ്മാവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. എന്താന്ന് തുറന്നു പറഞ്ഞാ തീർന്നില്ലേ? കൊച്ചേട്ടന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഇത് കൊച്ചേട്ടനും കൂടെ പണമല്ലേ. ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറയും, അത് ശ്രദ്ധിക്കണ്ട. ഇതാ പൈസ. കുറച്ചു ദിവസമായി ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ദിവ്യയ്ക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും മാർക്ക് വളരെ കുറവാണ്. ഒന്നാമത് ഈ വീട്ടിൽ ഏത് സമയവും വഴക്കോട് വഴക്കല്ലേ. അവൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പിന്നെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും കണക്കിനും സയൻസിനും ഒക്കെ ട്യൂഷനും ഉണ്ട്. ഇവള് ട്യൂഷന് പോകാതെ തന്നെത്താനെ പഠിച്ചാണ് 50ഉം 55ഉം ഒക്കെ മേടിക്കുന്നത്. മുകളിലോട്ട് പോകുമ്പോ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോകണമെങ്കിൽ പഠിത്തത്തിന് ഒന്നാമതാവണ്ടേ. പണച്ചെലവുള്ള കാര്യമല്ലേ. ഞാനാണെങ്കി ഇപ്പൊ ജോലിക്കും പോകുന്നില്ല. ട്യൂഷൻ ഫീസ് തന്നെ വളരെ പ്രയാസപ്പെട്ട ഞാൻ സുശീല ചേച്ചിയോട് ചോദിക്കുന്നത്. ദിവ്യയുടെ കൂട്ടുകാർക്ക് ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ഒരു വിഷയത്തിന് മാത്രം 250 രൂപയാ ട്യൂഷൻ ഫീസായി വാങ്ങുന്നത്. മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി മാസം 750 രൂപ ട്യൂഷന് തന്നെയാവും. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ അതിരാവിലെ, അതായത് 6 മണിക്കാണ് ട്യൂഷൻ. 6 മുതൽ 8 വരെ കണക്കിന്റെ ട്യൂഷൻ. പിന്നെ സ്കൂളിലേക്ക് 3:30 മണിക്ക് സ്കൂള് വിട്ട 4 മുതൽ 5 വരെ കെമിസ്ട്രി ട്യൂഷൻ. 5:30 മുതൽ 6:30 വരെ ഫിസിക്സിന്റെയും. ചുരുക്കത്തിൽ രാവിലെ 5:30 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ രാത്രി 7 മണി കഴിഞ്ഞേ അവൾക്ക് വീട്ടിൽ വരാൻ കഴിയും. ഇക്കാലത്ത് പഠിത്തത്തിന്റെയൊക്കെ ഒരു പോക്കേ. ഇങ്ങനെ കൃത്യസമയം പാലിക്കാൻ ബസിന്റെ സമയം കാത്തു നിന്നാ പറ്റോ? കാറിൽ തന്നെ പോണം. സുശീല ചേച്ചി സുഭദ്രയെ ഉപയോഗിക്കുന്ന കാറിൽ മോളെ ട്യൂഷൻ സ്ഥലത്ത് കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനും ഏർപ്പാടാക്കിയ നന്നായിരുന്നു. എടി, ആ ഞാൻ അനുവാദമില്ലാതെ നിങ്ങളുടെ മുറി കേറിയെന്നും പറഞ്ഞ് എന്നെ വിരട്ടാനൊന്നും നോക്കണ്ട. ഈ കാര്യം ദിവ്യമോള് പണ്ട് മുതലേ പറഞ്ഞു തുടങ്ങിയതല്ലേ. സുകുമാരൻ മുതലാളി, സുശീലയുടെ കാറ് തരാൻ അവൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാലോ? ഇനിയിപ്പൊ അതല്ല. സുശീലയ്ക്ക് വെള്ളിയാഴ്ച വ്രതും പ്രദോഷ വ്രതും ആയില്യം തൊഴലും ഒക്കെ ഉള്ളതല്ലേ. മോക്ക് ട്യൂഷന് പോകേണ്ട സമയത്ത് തന്നെ സുശീലയ്ക്ക് അമ്പലത്തിൽ പോണ്ടി വന്നാലോ? അതുകൊണ്ട് സുകുമാരൻ മുതലാളി സ്വന്തമായിട്ടൊരു കാർ അങ്ങോട്ട് മേടിക്കുക. എന്നിട്ട് തല നല്ല പോലെ ഉയർത്തിപ്പിടിച്ച് ആ കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്യുക. നമ്മുടെ കയ്യിലിപ്പൊ കുറച്ച് പൈസ ഉണ്ടല്ലോ. കാറ് ബുക്ക് ചെയ്തിട്ട് ബാക്കി രൂപ ഇങ്ങോട്ട് തരാൻ സുകുമാരൻ മുതലാളി സുശീലയോട് പറ. ആലോചിക്കാനൊന്നുമില്ല. പാല് വേണോ? കൊച്ച് കരയണം. മിസ്റ്റർ സെൽവരാജ്, ഒന്നിങ്ങോട്ട് വരൂ. ഗുഡ് മോർണിംഗ് സർ. ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഡയറക്ടർ മിസ്റ്റർ സെൽവരാജ് അല്ലേ? ഓഫ് കോഴ്സ് സർ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 50,000 ക്യാഷ് വേണമെന്ന് ഇന്നലെ ഞാൻ അക്കൗണ്ട്സ് ഓഫീസറോട് പറഞ്ഞിരുന്നല്ലോ. ക്യാഷ് ഡീലിംഗ് പാടില്ലെന്നാണ് കമ്പനി നിയമം. ചെയർമാൻ പോലും ക്യാഷ് നേരിട്ട് ഡ്രോ ചെയ്യാറില്ല. എന്തും
ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനേ പാടുള്ളൂ. 50,000 രൂപ രാകേഷ് സാറിൻ്റെ SB അക്കൗണ്ടിലേക്ക് കമ്പനി അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അത് MDയുടെ സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ സാലറിയിൽ കൂടുതൽ തുക MD പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് തുക 31 മാർച്ചിന് തന്നെ റീഫണ്ട് ചെയ്യണമെന്നാണ് നിയമം. ഇല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ MD തന്നെ സൺട്രി ഡെപ്റ്ററാകും. അല്ല, എനിക്കൊരു സംശയം. ഇതൊരു എക്സ്പോർട്ട് കമ്പനിയാണോ അതോ ഇൻകം ടാക്സ് ഓഫീസാണോ? ക്ഷമിക്കണം മിസ്റ്റർ രാകേഷ്, ഈ സ്ഥാപനത്തിന് ഒരു ലെഗസിയുണ്ട്. വിശാലാക്ഷി അമ്മാൾ എന്ന ആ വലിയ സ്ത്രീയുടെ വ്യക്തിത്വമാണ് ആ ലെഗസിക്ക് ആധാരം. അവർ പഠിപ്പിച്ച ഡിസിപ്ലിൻ ഞങ്ങൾ പിന്തുടരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ മിസ്റ്റർ MDക്ക് ചെയർമാനോട് സംസാരിക്കാമല്ലോ. വിശാലാക്ഷി അമ്മാളിന്റെ ലെഗസി ആ കിഴവിയുടെ സ്ലേവ്സിനെ മുഴുവൻ അടിച്ച് പുറത്താക്കണം. എങ്കിലും ഈ കമ്പനി നന്നാവും. ചെയർമാൻ റൂമിലുണ്ട്. യെസ് സർ. ഹി വാസ് ലേറ്റ് ടുഡേ. ഡെൻമാർക്കിലെ ന്യൂറെഡ് കമ്പനിയുടെ ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ നല്ല കസ്റ്റമറാണ്. ഒരു റിമൈൻഡർ അയക്കാൻ ചെയർമാൻ പറഞ്ഞു. ഓക്കെ, കീപ് ഇറ്റ് ഹിയർ. ഐ ഷാൽ ഗോ ത്രൂ ഇറ്റ്. നീ മര്യാദയ്ക്ക് അത് പറഞ്ഞോ? ഇതൊന്നിപ്പോ പറയടി. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞോളാം. സുശീല ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നളിനിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ആമുഖം വേണോ? ചേട്ടൻ പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാകുമെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ പറയുന്നത്. ചേച്ചിയും സുഭദ്രയും എന്നെ തെറ്റിദ്ധരിക്കരുത്. നളിനിയെ ഞാൻ തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? സ്വന്തം അമ്മ തെറ്റ് ചെയ്തപ്പോ പോലും നളിനി എന്റെ കൂടെയല്ലേ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാനെന്തിനു നളിനിയുടെ ആത്മാർത്ഥയെ സംശയിക്കണം? വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ദിവ്യ നടന്ന സ്കൂളിൽ പൊക്കോണ്ടിരുന്നത്. സ്കൂൾ അത്ര അടുത്തായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ദൂരം കൂടി. സ്കൂൾ ബസ് ഈ റോഡിൽ വരുന്നുമില്ല. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഇപ്പൊ പോകുന്നത്. ഞാനും എന്റെ അനിയത്തിമാർ ലളിതയും സരോജയും ഒക്കെ അന്ന് ഗവൺമെന്റ് ബസ്സിലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. ദിവ്യമോളെ ഒരു ഡോക്ടറാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ മാസം മുതൽ അവളെ ട്യൂഷന് വിടണം. നളിനി പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ദിവ്യയെ സ്കൂളിലും ട്യൂഷൻ സെന്ററിലും കാറിൽ കൊണ്ടുപോയി വിടണം. അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ കാറുണ്ടല്ലോ. ചേച്ചിക്ക് സുഭദ്രയ്ക്കും ക്ഷേത്രത്തിലും കടകളിലും ഒക്കെ പോകണ്ടേ. അതുകൊണ്ട് സുകുമാരൻ ചേട്ടന്റെ പേരിൽ ഒരു കാറ് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യം. ഒരു പുതിയ കാർ തന്നെ വാങ്ങണം. ഞാനെന്താ ചെയ്യേണ്ടത്? ചേട്ടന്റെ കയ്യിൽ ഇപ്പൊ 1.5 ലക്ഷം രൂപയുണ്ട്. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 50,000 കാണും. ബാക്കിയുള്ളത് ചേച്ചി തന്നാ ഒരു നല്ല പുതിയ വണ്ടി വാങ്ങാം. ഒരാഴ്ച ക്ഷമിച്ചാൽ മതി കൊച്ചമ്മായി. വക്കീൽ തരകൻ സാർ ഇവിടെ വരും. നിങ്ങളുമായി സംസാരിച്ച് കൊച്ചമ്മാവിന് സ്വത്ത് പിരിച്ചു കൊടുക്കും. പിന്നെ കാറോ വീടോ എന്ത് വേണമെങ്കിലും വാങ്ങാലോ. ഹാ, അത് നാളത്തെ കാര്യം. ഞങ്ങൾ സംസാരിക്കുന്നത് ഇന്നലത്തെ കാര്യമാണ്. ഞാൻ കണക്കൊന്നും പറയാൻ വന്നതല്ല. എടി, പറഞ്ഞാൽ തന്നെ എന്താടി തെറ്റ്? പറയാതിരിക്കുന്നതാണ് തെറ്റ്. സുശീലേ, ഭാഗം നടന്നിട്ട് മാസം കുറേയായില്ലേ? ഈ മാസമല്ലേ ഞങ്ങൾ കടവാടക പിരിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് വാടക ഇനത്തിൽ കിട്ടിയത് 6 ഏക്കർ തെങ്ങമ്പുരയിടത്തിലെ നാളികേരം വിറ്റ പണം. പിന്നെ നിങ്ങളുടെ വല്യേട്ടൻ ബ്ലാക്കായി കടം കൊടുത്ത പണത്തിൽ കുറെയൊക്കെ ആൾക്കാർ തിരിച്ചു തന്നില്ലേ? ആ മുതലും അതിന്റെ പലിശയും. ഇതെല്ലാം സുശീലയുടെ കയ്യിലല്ലേ കിട്ടിയത്. ഞാൻ ഇന്നേ വരെ എന്റെ പണവും കൊച്ചേട്ടന്റെ പണവും രണ്ടാണെന്ന് കരുതിയിട്ടില്ല. കൊച്ചേട്ടൻ എന്നോട് കണക്ക് ചോദിച്ചിട്ടുമില്ല. ചോദിച്ചിരുന്നെങ്കിൽ കൊടുത്തേനെ. ആ, ബന്ധം വേറെ പണം വേറെ. ബന്ധുവാണെങ്കിലും പണം കൊടുക്കുമ്പം എണ്ണി തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഇതുവരെയുള്ള കണക്ക് നോക്കി വരവിന്റെ നേർപകുതി കൊച്ചേട്ടന് തന്നേക്കാം. പക്ഷേ ഒരു കാര്യം, കൊച്ചമ്മാവിന്റെ പേരിൽ അക്കൗണ്ട് പേജ് ചെക്കായിട്ടേ തരുള്ളൂ. ഇതുവരെ സ്വത്തിൽ നിന്ന് കിട്ടിയ വരവിൽ നേർപകുതി കിട്ടി ബോധിച്ചിരിക്കുന്നു എന്ന് എഴുതി കൊച്ചമ്മാവൻ ഒപ്പിട്ട് തരണം. ചേച്ചി, അമ്മയുടെ സംസാരം കേട്ട് ചേച്ചി എന്നെക്കുറിച്ച് തെറ്റായി വിചാരിക്കരുത്. നിന്റെ ഭർത്താവിന് അർഹമായ പണം നീ ചോദിച്ചാൽ തന്നെ അതിലെന്താ തെറ്റ്?
ഉം. നളിനിയുടെ അമ്മ പറഞ്ഞ വാക്ക് സത്യമാണ്. ബന്ധം വേറെ, പണം വേറെ. അമ്മോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കാര്യങ്ങൾ ഞാൻ പിടിക്കുന്ന വഴിയെ വരുന്നത് കണ്ടോ? കണ്ടു. കണ്ടു. ഇവൾ എന്റെ വയറ്റിൽ തന്നെ പറന്നു പോയല്ലോ.